നമസ്കാരം. ഞാൻ ഡോക്ടർ മെറി മാത്യു, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആൻഡ് ഫേക്കോ സർജൻ അറ്റ് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗ്ലോക്കോമ എന്ന നേത്രരോഗത്തെക്കുറിച്ചാണ്. കണ്ണിൻ്റെ സമ്മർദ്ദം അഥവാ പ്രഷർ കൂടുന്നത് മൂലം കണ്ണിൻ്റെ കാഴ്ചയെ സഹായിക്കുന്ന ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന രോഗത്തെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമയെ സാധാരണയായി ദ സൈലന്റ് കില്ലർ ഓഫ് സൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി അറിയാതെ ആ വ്യക്തിയുടെ കാഴ്ചയെ കവർന്നെടുക്കുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ കൂടുതലായി കാണുന്നത് ആർക്കൊക്കെയാണ്? 40 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ, പ്രമേഹ രോഗികൾ, വർഷങ്ങളോളം സ്റ്റിറോയിഡ് മരുന്ന് ഉപയോഗിക്കുന്നവർ, അതുകൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗം കൂടിയാണ്. ആരംഭത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു രോഗമാണ് ഗ്ലോക്കോമ. കാഴ്ചയുടെ ചുറ്റളവിനെ അഥവാ പെരിഫറൽ വിഷനെയാണ് ഇത് ആദ്യമായി ബാധിക്കുന്നത്. അത് പലരും കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള ഒരു ലക്ഷണം അല്ല. ക്രമേണ അത് കാഴ്ചയുടെ സെൻട്രൽ ഭാഗത്തെ ബാധിക്കുമ്പോഴാണ് ആ വ്യക്തി തങ്ങൾക്ക് ഗ്ലോക്കോമയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഗ്ലോക്കോമ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഒരു രോഗമല്ല. ഗ്ലോക്കോമയുടെ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തുള്ളിമരുന്ന്, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ. എല്ലാത്തിൻ്റെയും പ്രധാന ലക്ഷ്യം പ്രഷർ കുറയ്ക്കുക എന്നത് മാത്രമാണ്. എങ്കിലും നഷ്ടപ്പെട്ട കാഴ്ച തിരികെ ലഭിക്കുന്നതല്ല. ഇവിടെയാണ് റെഗുലർ ഐ ചെക്കപ്പിന്റെ പ്രാധാന്യം വരുന്നത്. സ്ഥിരമായി കണ്ണ് പരിശോധിക്കുകയും ഗ്ലോക്കോമ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ ആരംഭത്തിൽ തന്നെ ചികിത്സകൾ എടുക്കുകയും ചെയ്താൽ നമുക്ക് ഗ്ലോക്കോമയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ഒരു ആഴ്ച നമ്മൾ ഗ്ലോക്കോമ അവയർനെസ് വീക്കായി ആചരിക്കുന്നു. പൊതുജനങ്ങളിൽ ഗ്ലോക്കോമയെക്കുറിച്ചുള്ള അറിവ് പകരുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. The world is bright, so save your sight. Thank you.